സമദൂരം വിട്ടോ NSS എന്നായിരുന്നു ചോദ്യം. സമദൂരമൊന്നും വിട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ സർക്കാർ NSSനെ അംഗീകരിക്കുന്നു, അല്ലെങ്കിൽ ഇടത് സർക്കാർ NSSനെ അംഗീകരിക്കുന്നു എന്ന രൂപത്തിലേക്ക്, അല്ലെങ്കിൽ പരസ്പരം വലിയ പിണക്കങ്ങളില്ലാത്ത രൂപത്തിലേക്ക് കൊണ്ടുവരാൻ CPM-ന് സാധിച്ചിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ചകൾ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. CPM-നെ സംബന്ധിച്ച് നഷ്ടപ്പെട്ടു പോയ ഹിന്ദു വോട്ടുകൾ തിരിച്ചു പിടിക്കണം. അത് നേരത്തെ ഈഴ വോട്ടുകളാണ് വലിയ തോതിൽ കിട്ടിയിരുന്നത്. അത് നഷ്ടപ്പെട്ടിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. അപ്പോൾ അതിലെ ഒരു തിരുത്തൽ എന്ന നിലയ്ക്ക് അതെപ്പോഴായിരുന്നു സ്ത്രീകളെ, യുവതികളെ ശബരിമലയിൽ പ്രവേശിപ്പിക്കണമെന്ന നിലപാടെടുത്ത് വലിയ പുരോഗമന കാഴ്ചപ്പാടോടുകൂടി ഇവിടെ നവോത്ഥാന സമിതിയും അതിനുശേഷം ഈ വനിതാ മതിലുമൊക്കെ പണിത്, പക്ഷേ അത് വോട്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ നേരെ തിരിച്ചടിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നമ്മൾ കണ്ടതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീടുകൾ തോറും കയറിയിറങ്ങി നേതാക്കൾ തന്നെ ഞങ്ങൾക്കൊരു പിഴവ് പറ്റി എന്ന് തന്നെ കുടുംബ സംഗമങ്ങളിലൊക്കെ പോയി സംസാരിച്ചു എന്നുള്ളതാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസാരിച്ചത്. അപ്പോൾ ഇനി അതൊരു അങ്ങനെ പ്രശ്നം ആകരുത്, അല്ലെങ്കിൽ ഒരു തിരുത്തലാണ് എന്ന രൂപത്തിൽ ഒരു പക്ഷേ ഈ പറയുന്ന നേതാക്കളെയൊക്കെ അങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാകാം. നേരത്തെ ജിമ്മി പറഞ്ഞതുപോലെ സുകുമാരൻ നായരെ തന്നെ കാണാൻ പിണറായി വിജയൻ പോയി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട സ്റ്റെപ്പാണ്. നമുക്കറിയാലോ, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് ദിവസമാണ് സുകുമാരൻ നായർ പറഞ്ഞത് ഈ ശബരിമലയിൽ ചെയ്തതിനുള്ള ശിക്ഷ കിട്ടും, അതായിരിക്കും തെരഞ്ഞെടുപ്പ് ഫലമെന്ന്. പക്ഷേ എന്ത് സംഭവിച്ചു? നേരെ തിരിച്ച് സംഭവിച്ചു. അപ്പോൾ അവിടെ തിരിച്ചടിയേറ്റത് NSS-നാണ്. അതായത് സമുദായ നേതാവ് പറയുന്ന, ജനറൽ സെക്രട്ടറി പറയുന്നത് സമുദായങ്ങൾ കേട്ടിട്ടില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. ആ ഒരു ബോധ്യത്തിലേക്ക് കൂടി NSS ജനറൽ സെക്രട്ടറി എത്തിയിട്ടുണ്ടായി. അതിനുശേഷം നീണ്ട മൗനമായിരുന്നു. കുറേ കാലത്തേക്ക് അദ്ദേഹം ഒരു വിഷയത്തിലും പ്രതികരിക്കാറോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇതിപ്പോൾ പിന്നെ നമ്മൾ കണ്ടത് ശശി തരൂരിനെ പുകഴ്ത്തി സംസാരിക്കുന്നതൊക്കെയാണ് ആ രൂപത്തിലാണ്. എല്ലാ കാലത്തും സമദൂരം എന്ന് പറയുമ്പോഴും കോൺഗ്രസുമായിട്ട് തന്നെയാണ് NSS-ന് എപ്പോഴും ഐക്യമുണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ കോൺഗ്രസ് നേതാക്കളുമായിട്ട് തന്നെയാണ് ബന്ധമുണ്ടായിട്ടുള്ളത്. എല്ലാ സമയവും BJP-യെ അകറ്റി നിർത്തുന്നു എന്നതിൽ കൂടിയാണ് NSS എടുക്കുന്ന ശക്തമായ നിലപാടായിട്ട് അതിനെ കണ്ടിട്ടുള്ളത്. എല്ലാ സമയത്തും അങ്ങനെയാണ്. ഒരു ശബരിമല വിഷയത്തിൽ ഈ പറഞ്ഞ നാമജപ ഘോഷയാത്രയൊക്കെ നടത്തിയെങ്കിലും അതൊരു വർഗീയ പ്രചാരണത്തിലേക്കും വേറെ രൂപത്തിലേക്ക് അത് മാറുമ്പോൾ അതിൽ നിന്ന് തന്നെ മാറി നിൽക്കാൻ തന്നെ സുകുമാരൻ നായർ തീരുമാനിച്ചിരുന്നു. ആ രൂപത്തിലാണ് അത് പ്രതികരിച്ചിരുന്നത്. ആ നിലയ്ക്ക് NSS വ്യത്യസ്തമാണ്. ഇപ്പോൾ NSS-ന്റെ പിന്തുണ, SNDP യോഗത്തിൻ്റെ പിന്തുണ, അങ്ങനെ പരസ്യമായി നോക്കുമ്പോൾ രണ്ട് തലപ്പത്തിരിക്കുന്ന രണ്ട് സമുദായ നേതാക്കളും CPM-നോട് പിണക്കമില്ല എന്ന രൂപത്തിലേക്കാകുന്നു. അതാണ് CPM ആഗ്രഹിച്ചിരുന്നത്. ഇപ്പോൾ CPM അല്ല, ഇടത് സർക്കാരിലെ മുഖ്യമന്ത്രി അവിശ്വാസിയായതുകൊണ്ട് മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു പരിപാടി നടത്തണ്ട എന്ന് BJP പറയുമ്പോൾ അത് ദുർബലമായൊരു വാദമാണ്. ഒരു സർക്കാരാണ് നടത്തുന്നത്. സർക്കാരിൽ വിശ്വാസിയാണോ അവിശ്വാസിയാണോ മുസ്ലിമാണോ ക്രിസ്ത്യനാണോ എന്ന ചോദ്യമല്ല ചോദിക്കുന്നത്, മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിൽ ഉദ്ഘാടനത്തിൽ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ചല്ല സംസാരിക്കേണ്ടത്. അതാണ് BJP സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം, കുമ്മനം പറഞ്ഞൊരു കാര്യം, ഇത് കച്ചവടമാണ്, വിശ്വാസത്തെ കച്ചവടമാക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ഉറപ്പായിട്ടും ബിസിനസ് താല്പര്യങ്ങളുണ്ട്. ഇതൊരു വലിയ വികസന പദ്ധതി എന്ന രൂപത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ രൂപത്തിൽ തന്നെയാണ് സർക്കാർ ആലോചിക്കുന്നത്. അതുവഴി ശബരിമല വഴി കിട്ടാവുന്ന ടൂറിസം വികസനവുമായി ബന്ധപ്പെട്ടൊക്കെ കിട്ടാവുന്ന വലിയ പണമൊഴുക്ക് തന്നെ സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ടാകും. അതൊരു വികസനത്തിന് വേണ്ടി തന്നെയാണ്. അതിൽ ഒരു ഒളിച്ചു വെക്കലൊന്നുമില്ല. അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കാവാം. ഇടത് സർക്കാർ ഭരിക്കുന്ന CPM ഭരിക്കുന്ന കേരളത്തിൽ പാടില്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. കുംഭമേള എങ്ങനെയാണ് നടത്തുന്നത്? കുംഭമേളയുടെ പരസ്യം നമ്മൾ ഇവിടെ കേരളത്തിലടക്കം അത് കണ്ടതല്ലേ. അതൊരു വലിയ തരത്തിലുള്ള ഒരു ടൂറിസം പരിപാടിയാണ്. അതിൽ വലിയ കോടിക്കണക്കിന് രൂപ UP സർക്കാരിലേക്ക് ഒഴുകുന്നുമുണ്ട്. ആ രൂപത്തിൽ തന്നെ ശബരിമലയെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അത് കൊണ്ടുവരുമ്പോൾ എടുക്കുന്ന നിലപാട്, അതാണ് കോൺഗ്രസ് പ്രതികരിച്ചത്. VD സതീശൻ പറഞ്ഞത്, നേരത്തെ നിങ്ങൾ ന്യൂനപക്ഷ പ്രീണനം നടത്തി. ആ പ്രീണനം എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായി കണ്ടതാണ് ഏത് രൂപത്തിലായിരുന്നു എന്നുള്ളത്. ഈ പറയുന്ന മാഡം, ഞാൻ ഒരു സമരത്തിലടക്കം അല്ല, ഇത് കുംഭമേളയുമായി ബന്ധപ്പെട്ടാണ്. അതായത് കുംഭമേളയിൽ യോഗി ആദിത്യനാഥ് ആണല്ലോ UP-യുടെ മുഖ്യമന്ത്രി. ഇവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കെട്ടും കെട്ടി ശബരിമലയ്ക്ക് പോകുമോ? കാരണം അവിടെ ഈ കുംഭമേള നടത്തുന്ന യോഗി ആദിത്യനാഥ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതിൽ പങ്കെടുക്കുന്ന വിശ്വാസികളാണ്. വിശ്വാസത്തെ അംഗീകരിച്ചുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞു. അതായത് മുഖ്യമന്ത്രി കെട്ടുനിറയൊക്കെ കഴിഞ്ഞ് പോകണം എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. മുഖ്യമന്ത്രി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് വിശ്വാസമുണ്ടോ അവിശ്വാസമുണ്ടോ എന്നുള്ളത് അതിന്റെ വിഷയം. ആ സർക്കാർ എടുക്കുന്ന നിലപാട്, ആ സർക്കാർ ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന സർക്കാരിന്റെ മുഖ്യമന്ത്രി തന്നെ അതിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകും. അതിനിപ്പോ ഈ പറയുന്ന വിശ്വാസം കൊണ്ട് മുഖ്യമന്ത്രി എന്ത് ചെയ്യും? ഉമ്മൻചാണ്ടി എന്നാണ് ശബരിമലയുടെ കാര്യത്തിലൊക്കെ എടുത്തിരുന്ന നിലപാട്. ഉമ്മൻചാണ്ടി ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കണം. ഞാൻ പൂർത്തിയായിട്ട് എന്റെ കുറച്ച് സമയമുള്ളൂ. ഒറ്റ കാര്യം പറയാം. ശബരിമല എന്തുകൊണ്ടാണ് വ്യത്യസ്തമാവുന്നത്? എല്ലാ ഭക്തർക്കും, എല്ലാ വിശ്വാസികൾക്കും പോകാവുന്ന ഒരു സ്ഥലം എന്ന നിലയ്ക്കാണ് ശബരിമല വ്യത്യസ്തമാവുന്നത്. അപ്പോൾ അവിടെ ഇത് ഞങ്ങളുടെ ഹിന്ദുക്കളുടെയാണെന്ന രൂപത്തിൽ അത് പ്രതികരിക്കേണ്ട കാര്യമില്ല. എല്ലാ വിശ്വാസികൾക്കും പോകാവുന്ന ഇടമാണ്. ആ നിലയ്ക്കാണ് ശബരിമലയെ കാണുന്നത്. ആ നിലയ്ക്ക് ശബരിമലയെ ലോകത്തെ അറിയിക്കുക എന്ന ഒരു വലിയ ഉദ്ദേശത്തോടു കൂടിയാണ്
ലോകത്തെ അറിയിക്കുക എന്ന വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പരിപാടി നടത്തുന്നതാണ് സർക്കാർ പറയുന്നത്. സർക്കാരിന് അത് ചെയ്യാം, അതിലൊരു തെറ്റുമില്ല. അതിൽ BJP പറയുന്ന വാദങ്ങൾ വളരെ ദുർബലമാണ്. BJPക്ക് മതവും സമുദായവും എല്ലാം പറഞ്ഞ് വോട്ട് നേടാം, അത് വേറെ ആർക്കും പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ ഇടതുപക്ഷം അത് ചെയ്യാമോ എന്ന ചോദ്യം വേറെ ഇടതുപക്ഷത്തിനോട് ചോദിക്കേണ്ട ചോദ്യമാണ്. അത് ചോദിക്കാൻ BJPക്ക് അധികാരമില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കാലത്ത് മുസ്ലിം ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കുന്നു. നമ്മൾ കണ്ടതാണ് പൗരത്വ സമരം അടക്കമുള്ള വിഷയങ്ങളിൽ ആദ്യം തന്നെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കുകയും സമസ്തയിൽ ഒരു ഭാഗത്തെ അടർത്തി മാറ്റാനുള്ള ശ്രമമൊക്കെ കണ്ടതാണ്. അത് വോട്ടിങ്ങിൽ പ്രതിഫലിച്ചില്ല. അപ്പോൾ എന്ത് ചെയ്തു? അപ്പോൾ നമ്മുടെ നഷ്ടപ്പെട്ട ഹിന്ദു വോട്ടുകൾ നഷ്ടമാവുകയും ചെയ്തു. അപ്പോൾ അത് തിരിച്ചു പിടിക്കണം, അതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങൾ പല രൂപത്തിലായി, പല പ്രതികരണങ്ങളായി CPM-ൽ നിന്ന് നമ്മൾ വ്യക്തമായി കാണുന്നുണ്ട്. അതിന് തുടർച്ചയായിട്ടാണിത്. ഇത് പക്ഷേ NSS ഇനിയിപ്പോൾ CPM-നാണ് വോട്ട് ചെയ്യുക എന്ന അർത്ഥത്തിലൊന്നും കാണേണ്ടതില്ല. അവർ സന്തോഷത്തിലാണ്. കാരണം അവർക്ക് നഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രതിച്ഛായ അതുണ്ടാക്കാൻ, പ്രത്യേകിച്ച് സുകുമാരൻ നായർക്ക് അത് പ്രതിച്ഛായ ഉണ്ടാക്കാൻ സാധിച്ചിരിക്കുന്നു. NSS-ന് ഒരു വില കൊടുക്കുന്നു, NSS നേതാവിനെ അവിടെ പോയി കാണുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഇങ്ങനെ സർക്കാരിൻ്റെ പദ്ധതിയെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നു പറഞ്ഞു. പക്ഷേ പ്രതികരണങ്ങൾ ശക്തമായി ഇതിനെതിരെ വന്ന ഘട്ടത്തിലാണ് അതിലൊരു വിശദീകരണം നിലയ്ക്ക് ഇങ്ങനെ വേണം അത് നടത്താൻ എന്ന രൂപത്തിൽ പറഞ്ഞത്. അതായത് ഈ സംഗമം നടത്തുന്നില്ല, സംഗമത്തിന് ശേഷം അത് എങ്ങനെ നടപ്പാക്കുന്നു എന്നതിൽ ആചാരം വിടരുത് എന്നൊരു കാര്യം മാത്രമേ പറയുന്നുള്ളൂ. ഞങ്ങൾ അല്ലെങ്കിൽ ഇല്ല എന്നൊരു വാചകം പറഞ്ഞിട്ടേ ഇല്ല. അപ്പോൾ സമദൂരം വിട്ടോ എന്ന് ചോദിച്ചാൽ സമദൂരം ഒന്നും വിട്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ ചില കാര്യങ്ങൾ മാറുന്നു എന്നുള്ള കാര്യത്തിൽ അതിനെ ഗൗരവത്തിൽ തന്നെ കാണാം. കോൺഗ്രസ് അന്ന് ശബരിമല വിഷയത്തിലും മാറി നിൽക്കുകയാണ് ചെയ്തത്, ഒരു പ്രതികരണം നടത്തി മാറി നിൽക്കുകയാണ് ചെയ്തത്. ഇപ്പോഴും അതാണ് നിൽക്കുന്നത്. ഞങ്ങൾ എന്തായാലും ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിലെ CPM-ന്റെ രാഷ്ട്രീയ അജണ്ട മനസ്സിലാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് മാറി നിൽക്കുന്നത്. BJP പക്ഷേ ശക്തിയുക്തം അത് പ്രതികരിക്കുന്നത് ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നത്, അതായത് കഴിഞ്ഞ തവണ കൂടുതലായി കിട്ടിയ വോട്ട് അത് തിരിച്ചങ്ങ് പോകുമോ എന്ന ഭയമാണ് BJP നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാനാവുന്നത്. അക്കീരമണിന്റെ പ്രതികരണം ഇപ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ്. അക്കീരമണി എല്ലാ കാലത്തും CPM-നൊപ്പം നിന്നിട്ടുള്ളതാണ്. പക്ഷേ ഇതിലൊരു ഇലക്ഷൻ സ്റ്റണ്ടാണെന്ന് പറയുന്നു. ഇലക്ഷനാണല്ലോ, തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, കൃത്യമായ സമയമാണ്. അതിപ്പോൾ ആ സമയത്ത് നടത്തുന്ന ഇനിയിപ്പോൾ ഈ പരിപാടിയിൽ ആരൊക്കെ, ഈ സമിതിയിൽ ആരൊക്കെ എന്നുള്ള കാര്യങ്ങൾ കൂടി CPM സർക്കാർ വ്യക്തമാക്കേണ്ടതുണ്ട്. അതുവരെ ഈ പ്രതികരണങ്ങൾ ഇങ്ങനെ തുടരുമെന്നുള്ളതാണ്. സമദൂരം വിട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാം ഒരുപോലെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. സമദൂരം വിട്ടില്ല എന്നാണ് 4 പേരും അഭിപ്രായപ്പെട്ടത്. Meet the editors.